ഇബ്നു ഉമറിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഒരു ഹാജി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ഖുറൂജുക മിൻ ബൈതിക് തഉമ്മുൽ ബൈത്തുൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ ലക്ഷ്യമാക്കി നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി എന്താ ഫലക ബികുല്ലി വതഅത്തിൻ തതഉഹാ റാഹിലതുക്, നിൻ്റെ യാത്രാമൃഗം ഓരോ കാൽവെപ്പ് നടത്തുമ്പോഴും ആ ഓരോ കാൽവെപ്പിനും നിനക്കൊരു ഹസനത്തുണ്ട്. വ യുംഹ അൻക ബിഹാ സയ്യിഅത്തുൻ, നിൻ്റെ ഓരോ തെറ്റുകളും അതിനാൽ മായ്ക്കപ്പെടുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഹാജി യാത്രാമൃഗം കാലെടുത്ത് വെക്കുന്നതിനനുസരിച്ച് അത് ചലിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഓരോ തെറ്റുകളും മായ്ക്കപ്പെടുന്ന അവസ്ഥ എന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ മസ്ജിദുൽ ഹറാമിനെ ലക്ഷ്യമാക്കിയിട്ട്. ഒന്നാലോചിച്ച് നോക്കുക, അപ്പോൾ എത്ര പാവങ്ങൾ പോകും? തീർന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹാജിയുടെ പോക്കിൽ തവാഫിനെ കുറിച്ച് അതേപോലെ സഅയിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നുണ്ട്, അമ്മാ വുഖൂഫുക അശിയത അറഫ, അറഫയിൽ നീ നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ, അറഫയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിലേക്ക് അവതരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഹാജിമാരെ അഭിനന്ദിക്കും, ഹാജിമാരെ കുറിച്ച് മലക്കുകളോട് അഭിമാനം പറയും, യുബാഹിബിക്കുമുൽ മലായിക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിഷയം അതാണ്. എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരോട് പറയുകയാണ്, ഹാജിമാർ വന്നതിനെ കുറിച്ച് പറയും, അവർ വന്നത് അർജുന മഗ്ഫിറതി വ റഹ്മതി, എൻ്റെ പാപമോചനവും എൻ്റെ കാരുണ്യവും പ്രതീക്ഷിച്ചാണ് ഹാജി വന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഹാജിമാരോട്. എന്താ പറയുക, ഫലൗ കാനത് ദുനൂബുക്കും അദദ റമലി ഔ കസബദിൽ ബഹരി ഗഫർതുഹാ ലക്കും എന്നാണ്. ഹാജിമാരെ, നിങ്ങളുടെ തെറ്റുകൾ മണലുകളുടെ എണ്ണത്തോളം അല്ലെങ്കിൽ സമുദ്രത്തിലെ നുരകളോട് എണ്ണത്തോളമാണെങ്കിലും ഞാൻ നിങ്ങൾക്കത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അദദുർ റമൽ എന്ന് പറഞ്ഞാൽ മണലിൻ്റെ എണ്ണം, സബദുൽ ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ നുര, ഇതിനോളം എണ്ണം ഒത്തതാണ് നിങ്ങളുടെ തെറ്റുകളെങ്കിലും ഞാനത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുവിശേഷം പറയുമെന്നാണ്, സന്തോഷ വാർത്ത പറയുമെന്നാണ്. എന്ന് മാത്രമല്ല, അറഫയിൽ നിന്ന് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ സന്ധിച്ച ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ പറയുന്നത് അഫീദു ഇബാദി മഗ്ഫൂറൻ ലക്കും വലിമൻ ശഫഅതും ലഹു എന്നാണ്. ഹാജിമാരെ, അറഫയിൽ സമ്മേളിച്ചവരെ, മുസ്ദലിഫയിലേക്ക് നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പാപമോചനത്തിന് ശഫാഅത്ത് നിർവഹിച്ചോ അവർക്കും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നത്. പിന്നെ തീർന്നില്ല, ഇതേപോലെ പിന്നെ വേറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കണം, അമ്മ റമിയുകലിൽ ജിമാർ, ഒരു ഹാജി ജംറക്കെറിയുന്ന സമയം, ഫലികുല്ലി ഹസാത്തിൻ, ഓരോ കല്ലെറിയുമ്പോഴും എന്താ ഒരു ഹാജിക്കുള്ളത്, ഓരോ കല്ലെറിയുമ്പോഴും ഇദാ റമൈത് തക്ഫീറു കബീറത്തി മിൻ കബായിരിൽ മൂജിബാത്തിൽ മൂബിഖാത്ത് എന്നാണ്, വൻപാപങ്ങൾ അതിൽ ഒന്ന് പൊറുക്കപ്പെടുമെന്നാണ്. നിൻ്റെ അടുത്ത് വൻപാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓരോ ഏറിനും അത് ഓരോന്ന് പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ വന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്. അതേപോലെ തന്നെ മുടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അമ്മ ഹിലാഖുക ലിറസിക്, തല മുണ്ടനം ചെയ്യുമ്പോൾ ഫലികുല്ലി ഷഅറത്തിൻ എന്നാണ്, ഹലഖ്തഹ, നീ മുണ്ടനം ചെയ്ത എടുത്ത ഓരോ മുടിക്കും ഹസനത്തിനാണ്, ഓരോ നന്മ നിനക്ക് എഴുതും. വയുംഹാൻ കബിഹ ഖതിഅ, അതിലൂടെ ഒരു തെറ്റ് നിൻ്റേത് മായ്ക്കപ്പെടുമെന്നാണ് ഓരോ മുടിയെടുക്കുമ്പോൾ. അപ്പോൾ സഹാബികൾ ചിലർ ചോദിച്ചു എന്നാണ്, യാ റസൂലല്ലാഹ് ഇൻകാനത്തി ദുനൂബ് അഖല്ല മിൻ ദാലിക്, തെറ്റുകൾ ഒരാളുടേത് ഇതിനേക്കാൾ കുറവാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദൻ തുദ്ദഖറു ലക ഹസനാതുക്, നിനക്കതൊരു നന്മയായി പുണ്യമായിട്ട് അത് എടുത്തു വെക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവസാനം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും പറഞ്ഞതിന് ശേഷം ആണ് വ അമ്മ തവാഫുക ബഅദ ദാലിക്, ഇതൊക്കെ ചെയ്തതിന് ശേഷം തവാഫ് ഉണ്ടല്ലോ, കർമ്മങ്ങളൊക്കെ ചെയ്ത അവസാനത്തെ തവാഫ്, ആ തവാഫിനെ കുറിച്ച് പറയുന്നത് ഫ ഇന്നക തതൂഫു വലാ ദംബ ലക എന്നാണ്. അവസാനത്തെ തവാഫ് ചെയ്യുമ്പോൾ ഒരു തെറ്റുമില്ലാതെ ആയിരിക്കും നിൻ്റെ തവാഫ് എന്നാണ്. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ഹാജിയുടെ അടുക്കലേക്ക് ഒരു മലക്ക് വരുമെന്നാണ്. എന്നിട്ട് മലക്ക് യദഉ യദഹു ബൈന കത്ഫൈഹി എന്നാണ്, അവൻ്റെ ചുമലുകൾക്കിടയിൽ ആ മലക്ക് കൈവച്ചിട്ട് പറയും എന്നാണ്, ആശംസിച്ച് പറയുമെന്നാണ്. ഈ അമൽ ലിമാ തസ്തഖ്ബിൽ ഖദ് ഗഫറ ലക ലിമാ മദ എന്നാണ്, ഖദ് ഗഫറ ലക മാ മദ, ഇനി നീ ഭാവിക്ക് വേണ്ടിയിട്ട് ചെയ്തോ, ഗതകാലം മുഴുവൻ നിനക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു മലക്ക് ആശംസിച്ചിട്ടാണ് ഒരു ഹാജിയെ തിരിച്ചയക്കുക എന്നുള്ളതാണ്.